പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. PSC മത്സര പരീക്ഷകളിൽ സയൻസ് ഭാഗത്തു നിന്ന് പലപ്പോഴും ചോദ്യം വരുന്നൊരു മേഖലയാണ് സയൻസിലെ പഠനശാഖകൾ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്ന് PSC ഇതിനോടകം ചോദിച്ചതും ചോദിക്കാൻ സാധ്യതയുള്ളതുമായ ചോദ്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പഠനശാഖകൾ ഓർത്തിരിക്കാൻ വേണ്ടി പ്രധാനപ്പെട്ടതിനോടൊപ്പം കോഡുകളും പറഞ്ഞു പോകുന്നുണ്ട്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. ഓക്കെ, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യം രോഗങ്ങളെക്കുറിച്ചുള്ള പഠനം പാത്തോളജിയാണ്. രോഗങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് പാത്തോളജി. വിഷങ്ങളെക്കുറിച്ചുള്ള പഠനം ടോക്സിക്കോളജി. വിഷങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ടോക്സിക്കോളജി. മുട്ടകളെക്കുറിച്ചുള്ള പഠനമാണ് ഉവോളജി. അപ്പോൾ ഉവോളജി എന്ന് പറഞ്ഞാൽ മുട്ടയെക്കുറിച്ചുള്ള പഠനമാണ്. ഓക്കെ, അടുത്തതായി പക്ഷികളെക്കുറിച്ചുള്ള പഠനം. പക്ഷികളെക്കുറിച്ചുള്ള പഠനമാണ് ഓർണിത്തോളജി. പക്ഷികളെക്കുറിച്ചുള്ള പഠനം ഓർണിത്തോളജി. ഇവിടെ മറ്റൊരു ഫാക്റ്റ് കൂടി പറയുകയാണ്. ഓർണിത്തോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് അരിസ്റ്റോട്ടിലാണ്. ഓർണിത്തോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് അരിസ്റ്റോട്ടിൽ. എന്നാൽ ഇന്ത്യൻ ഓർണിത്തോളജിയുടെ പിതാവ് ആര്? ഇത് നിങ്ങൾക്കുള്ള ചോദ്യമാണ്. ഉത്തരം താഴെ കമൻറ്റ് ചെയ്യുക. ചോദ്യം ഇതാണ്: ഇന്ത്യൻ ഓർണിത്തോളജിയുടെ പിതാവ് ആര്? ഓക്കെ ആണല്ലോ. അടുത്തതിലേക്ക് കിടക്കാം. ഫോസിലുകളെക്കുറിച്ചുള്ള പഠനം പാലിയൻറ്റോളജി. ഫോസിലുകളെക്കുറിച്ചുള്ള പഠനം പാലിയൻറ്റോളജി. നരവംശാസ്ത്രത്തെക്കുറിച്ചുള്ള പഠനം ആന്ത്രോപോളജി. നരവംശാസ്ത്രത്തെക്കുറിച്ചുള്ള പഠനം ആന്ത്രോപോളജി. ഇതുവരെ പറഞ്ഞത് ഒന്നുകൂടി പറയാം. രോഗങ്ങളെക്കുറിച്ചുള്ള പഠനം പാത്തോളജി. വിഷങ്ങളെക്കുറിച്ചുള്ള പഠനം ടോക്സിക്കോളജി. മുട്ടയെക്കുറിച്ചുള്ള പഠനം ഉവോളജി. പക്ഷികളെക്കുറിച്ചുള്ള പഠനം ഓർണിത്തോളജി. ഫോസിലുകളെക്കുറിച്ചുള്ള പഠനം പാലിയൻറ്റോളജി. നരവംശാസ്ത്രത്തെക്കുറിച്ചുള്ള പഠനം ആന്ത്രോപോളജി. ഓക്കെ, അടുത്തതിലേക്ക് പോകാം. പഴങ്ങളെക്കുറിച്ചുള്ള പഠനം പോമോളജി. പഴങ്ങളെക്കുറിച്ചുള്ള പഠനം പോമോളജി. ഇതിന് കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മളടുത്ത് കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ട്. ഇത് നമ്മുടെ പെങ്ങൾ കാണുന്ന സമയത്ത് അവരെന്തായാലും ചോദിക്കും, കുറച്ച് ഫ്രൂട്ട്സ് തരുമോ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മളെന്ത് പറയും? പോ മോളെ അവിടുന്ന്. നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പോ മോളെ അവിടുന്ന്, ഞാൻ തരുവൊന്നുമില്ല എന്ന് പറയില്ലേ. അപ്പോൾ ആ രൂപത്തിൽ നമുക്ക് ഇതിനെ കണക്ട് ചെയ്ത് വെക്കാം. പോമോളജി. പഴങ്ങളെക്കുറിച്ചുള്ള പഠനം പോമോളജി. പഴങ്ങളെക്കുറിച്ചുള്ള പഠനം പോമോളജി. ഓക്കെ ആണല്ലോ. അടുത്തതിലേക്ക് പോകാം. ഷഡ്പദങ്ങളെക്കുറിച്ചുള്ള പഠനം എൻഡമോളജി. ഷഡ്പദങ്ങളെക്കുറിച്ചുള്ള പഠനം എൻഡമോളജി. ഇതിനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് കണക്ട് ചെയ്ത് വെക്കാം. ഷഡ്പദങ്ങളെ കാണുമ്പോൾ നമ്മളെന്ത് പറയും? എൻഡമോ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ഓടിക്കളയും. ഷഡ്പദങ്ങളെ കാണുമ്പോൾ എൻഡമോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓടിക്കളയും. അപ്പോൾ ഷഡ്പദങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് എൻഡമോളജി. ഓക്കെ ആണല്ലോ. അടുത്തതിലേക്ക് പോകാം. പക്ഷികളുടെ കൂടിനെക്കുറിച്ചുള്ള പഠനം കാലിയോളജി. പക്ഷികളുടെ കൂടിനെക്കുറിച്ചുള്ള പഠനമാണ് കാലിയോളജി. ഇതിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷികളുടെ കൂട് കാലിയാണെന്ന് ഓർത്തു വെച്ചാൽ മതി. പക്ഷികളുടെ കൂട് കാലിയാണ്. അപ്പോൾ പക്ഷിക്കൂടിനെ കുറിച്ചുള്ള പഠനമാണ് കാലിയോളജി. ഓക്കെ ആണല്ലോ. വൃക്ഷങ്ങളെക്കുറിച്ചുള്ള പഠനം ഡെൻഡ്രോളജി. അപ്പോൾ ഡെൻഡ്രോളജി എന്ന് പറഞ്ഞാൽ വൃക്ഷങ്ങളെക്കുറിച്ചുള്ള പഠനമാണ്. തേനീച്ചയെക്കുറിച്ചുള്ള പഠനമാണ് മെലിറ്റോളജി. തേനീച്ചയെക്കുറിച്ചുള്ള പഠനം മെലിറ്റോളജി. അടുത്തതായിട്ട് തലമുടിയെക്കുറിച്ചുള്ള പഠനം ട്രൈക്കോളജിയാണ്. ട്രൈക്കോളജി. തലമുടിയെക്കുറിച്ചുള്ള പഠനം ട്രൈക്കോളജി. അടുത്തതായിട്ട് മൂക്കിനെക്കുറിച്ചുള്ള പഠനമാണ് റൈനോളജി. മൂക്കിനെക്കുറിച്ചുള്ള പഠനം റൈനോളജി. ഇതിനെ നമ്മൾ സയൻസിൽ പഠിച്ചിട്ടുണ്ട്. ജലദോഷത്തിന് കാരണമാകുന്ന വൈറസാണ് റൈനോ വൈറസ് എന്ന് പറയുന്നത്. ജലദോഷം നമുക്ക് അനുഭവപ്പെടുന്നത് മൂക്കിലൂടെയാണല്ലോ. അപ്പോൾ മൂക്കിനെക്കുറിച്ചുള്ള പഠനമാണ് റൈനോളജി. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതുവരെ പറഞ്ഞതൊന്നുകൂടി പറയാം. പഴങ്ങളെക്കുറിച്ചുള്ള പഠനം പോമോളജി. ഷഡ്പദങ്ങളെക്കുറിച്ചുള്ള പഠനം എൻഡമോളജി. പക്ഷിക്കൂടുകളെക്കുറിച്ചുള്ള പഠനം കാലിയോളജി. വൃക്ഷങ്ങളെക്കുറിച്ചുള്ള പഠനം ഡെൻഡ്രോളജി. തേനീച്ചകളെക്കുറിച്ചുള്ള പഠനം മെലിറ്റോളജി. തലമുടിയെക്കുറിച്ചുള്ള പഠനം ട്രൈക്കോളജി. മൂക്കിനെക്കുറിച്ചുള്ള പഠനം റൈനോളജി. ഓക്കെ ആണല്ലോ. അടുത്തതിലേക്ക് പോകാം. ചെവിയെക്കുറിച്ചുള്ള പഠനം ഓട്ടോളജി. ചെവിയെക്കുറിച്ചുള്ള പഠനം ഓട്ടോളജി. ഇതിനെ കണക്ട് ചെയ്തേക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെവി നോക്കുന്ന സമയത്ത് ഒരു ഹോളാണല്ലോ കാണുക. ഈ ഹോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ തനി മലയാളത്തിൽ പറഞ്ഞാൽ ഓട്ട എന്ന് പറയും അല്ലേ. ഓട്ട. ചെവിയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് എന്താണ് കാണാൻ പറ്റുക? ഒരു ഓട്ടയാണ് കാണാൻ പറ്റുക. അപ്പോൾ ആ രൂപത്തിൽ നമുക്കിതിനെ കണക്ട് ചെയ്ത് വെക്കാം. ചെവിയെക്കുറിച്ചുള്ള പഠനം ഓട്ടോളജി. ചെവിയെക്കുറിച്ചുള്ള പഠനമാണ് എന്ത്? ഓട്ടോളജി. ഓക്കെ ആണല്ലോ. അടുത്തതിലേക്ക് പോകാം. ത്വക്കിനെക്കുറിച്ചുള്ള പഠനം ഡെർമറ്റോളജി. ത്വക്കിനെക്കുറിച്ചുള്ള പഠനം ഡെർമറ്റോളജി. കണ്ണിനെക്കുറിച്ചുള്ള പഠനമാണ് ഓഫ്താൽമോളജി. കണ്ണിനെക്കുറിച്ചുള്ള പഠനം ഓഫ്താൽമോളജി. ഇതെങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം എന്ന് വെച്ചാൽ, നമ്മൾ കണ്ണിങ്ങനെ അടയ്ക്കുന്ന സമയത്ത് ഓഫ് ആവുകയല്ല ചെയ്യുന്നത്. നമ്മളിപ്പോൾ ലൈറ്റൊക്കെ ഓഫാക്കുക എന്ന് പറഞ്ഞാൽ ഇരുട്ടാകും. അതുപോലെ കണ്ണടയ്ക്കുക എന്ന് പറഞ്ഞാൽ കണ്ണ് ഓഫാകുക എന്ന് ആലോചിച്ച് വെച്ചാൽ മതി. അപ്പോൾ കണ്ണിനെക്കുറിച്ചുള്ള പഠനമാണ് ഓഫ്താൽമോളജി. കണ്ണിനെക്കുറിച്ചുള്ള പഠനം ഓഫ്താൽമോളജി. ഓക്കെ. ഇനി കരളിനെ കുറിച്ചുള്ള പഠനമാണ്
ഹെപ്പറ്റോളജി. കരളിനെക്കുറിച്ചുള്ള പഠനം ഹെപ്പറ്റോളജി. എല്ലുകളെക്കുറിച്ചുള്ള പഠനമാണ് ഓസ്റ്റിയോളജി. എല്ലുകളെക്കുറിച്ചുള്ള പഠനം ഓസ്റ്റിയോളജി. പേശികളെക്കുറിച്ചുള്ള പഠനമാണ് മയോളജി. എന്താണ് പേശികളെക്കുറിച്ചുള്ള പഠനം? മയോളജി. വൃക്കയെക്കുറിച്ചുള്ള പഠനമാണ് നെഫ്രോളജി. എന്താണ് വൃക്കയെക്കുറിച്ചുള്ള പഠനം? നെഫ്രോളജി. ഓക്കെ, ഒന്നുകൂടി ആവർത്തിക്കാം. ചെവിയെക്കുറിച്ചുള്ള പഠനമാണ് ഓട്ടോളജി. ത്വക്കിനെക്കുറിച്ചുള്ള പഠനമാണ് ഡെർമറ്റോളജി. കണ്ണിനെക്കുറിച്ചുള്ള പഠനമാണ് ഒഫ്താൽമോളജി. കരളിനെക്കുറിച്ചുള്ള പഠനമാണ് ഹെപ്പറ്റോളജി. എല്ലുകളെക്കുറിച്ചുള്ള പഠനമാണ് ഓസ്റ്റിയോളജി. പേശികളെക്കുറിച്ചുള്ള പഠനമാണ് മയോളജി. വൃക്കയെക്കുറിച്ചുള്ള പഠനമാണ് നെഫ്രോളജി. ഓക്കെ, അടുത്തതിലേക്ക് കടക്കാം. ഹൃദയത്തെക്കുറിച്ചുള്ള പഠനമാണ് കാർഡിയോളജി. ഹൃദയത്തെക്കുറിച്ചുള്ള പഠനം കാർഡിയോളജി. തലച്ചോറിനെക്കുറിച്ചുള്ള പഠനമാണ് ഫ്രിനോളജി. തലച്ചോറിനെക്കുറിച്ചുള്ള പഠനമാണ് ഫ്രിനോളജി. ഇനി രക്തത്തെക്കുറിച്ചുള്ള പഠനമാണ് ഹെമറ്റോളജി. രക്തത്തെക്കുറിച്ചുള്ള പഠനമാണ് ഹെമറ്റോളജി. പല്ലിനെക്കുറിച്ചുള്ള പഠനമാണ് ഓഡൻറ്റോളജി. പല്ലിനെക്കുറിച്ചുള്ള പഠനം ഓഡൻറ്റോളജി. ഇതെങ്ങനെ നമുക്ക് കണക്ട് ചെയ്ത് വെക്കാമെന്ന് വെച്ചാൽ, നമ്മുടെ പണ്ട് കാലത്തൊക്കെ പല്ല് കുറച്ച് കഴിഞ്ഞാൽ ഓടിൻ്റെ മുകളിലേക്കായിരുന്നു എറിയാറുണ്ടായിരുന്നത്. അപ്പോൾ ആ രൂപത്തിൽ പല്ലിനെക്കുറിച്ചുള്ള പഠനം ഏതാണെന്ന് ഓർത്ത് വെക്കാം? ഓഡൻറ്റോളജി എന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, അപ്പോൾ പല്ലിനെക്കുറിച്ചുള്ള പഠനമാണ് ഓഡൻറ്റോളജി. അടുത്തതായിട്ട് രക്തക്കുഴലുകളെക്കുറിച്ചുള്ള പഠനമാണ് ആൻജിയോളജി. രക്തക്കുഴലുകളെക്കുറിച്ചുള്ള പഠനമാണ് ആൻജിയോളജി. ഭ്രൂണത്തെക്കുറിച്ചുള്ള പഠനമാണ് എംബ്രിയോളജി. ഭ്രൂണത്തെക്കുറിച്ചുള്ള പഠനം എംബ്രിയോളജി. ക്യാൻസറിനെ കുറിച്ചുള്ള പഠനമാണ് ഓങ്കോളജി. ക്യാൻസറിനെ കുറിച്ചുള്ള പഠനമാണ് ഓങ്കോളജി. ഒന്നുകൂടി ആവർത്തിക്കാം. ഹൃദയത്തെക്കുറിച്ചുള്ള പഠനമാണ് കാർഡിയോളജി. തലച്ചോറിനെക്കുറിച്ചുള്ള പഠനമാണ് ഫ്രിനോളജി. രക്തത്തെക്കുറിച്ചുള്ള പഠനമാണ് ഹെമറ്റോളജി. പല്ലിനെക്കുറിച്ചുള്ള പഠനമാണ് ഓഡൻറ്റോളജി. രക്തക്കുഴലുകളെക്കുറിച്ചുള്ള പഠനമാണ് ആൻജിയോളജി. ഭ്രൂണത്തെക്കുറിച്ചുള്ള പഠനമാണ് എംബ്രിയോളജി. ക്യാൻസറിനെക്കുറിച്ചുള്ള പഠനമാണ് ഓങ്കോളജി. ഓക്കെ, അപ്പോൾ ഇത്രയും പഠനശാഖകളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക് യു.